ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമുക്ക് OnePlus 13 പറ്റി പരിചയപ്പെട്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യമായി ബോക്സ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള റെഡ് കളറിലുള്ള OnePlusൻ്റെ ബോക്സിലാണ് OnePlus 13 വരുന്നത്. ഇത് ബ്ലാക്ക് എക്ലിപ്സ് കളറിലുള്ള 12GB റാമും 256GB മെമ്മറിയുമുള്ള മോഡലാണെന്ന് കാണാം. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യമായി കാണുന്നത് ഇതിലൂടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് കവറാണ്. അത് നമുക്ക് പുറത്തെടുത്ത് നോക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ബാക്ക് കവർ തന്നെയാണ് OnePlus ഇതിലൂടെ നൽകിയിരിക്കുന്നത്. പിന്നീട് ഇതിൽ വരുന്നത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് മാത്രമാണ്. നമുക്കത് മാറ്റിവെച്ച് സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ടെന്ന് എടുത്ത് നോക്കാം. ഇതാണ് ബ്ലാക്ക് കളർ ഓപ്ഷനിൽ വരുന്ന OnePlus 13. നമുക്കിത് മാറ്റിവെച്ച് ഇനി ബോക്സിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. OnePlusൻ്റെ 100 വാട്ട്സ് പവറുള്ള പവർ അഡാപ്റ്ററും ടൈപ്പ് A to ടൈപ്പ് C ചാർജിങ് കേബിളും ഇതിനോടൊപ്പം OnePlus തന്നിട്ടുണ്ട്. സോ ആദ്യമായി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 120Hz റിഫ്രഷ് റേറ്റും 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്ന LTPO 4.1 AMOLED 6.82 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇതിന് സെറാമിക് ഗാർഡിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്ഷനും ഉണ്ട്. 90.7 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആയതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ടുള്ള ബെസൽസ് ആണ് ഇതിലുള്ളത്. Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ഇതിന് ഫ്യൂച്ചറിൽ 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും അവൈലബിൾ ആണ്. OnePlusൻ്റെ Oxygen OS UIയിലാണ് ഇത് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ പവർഫുൾ ചിപ്സെറ്റായ 8 Elite ചിപ്സെറ്റും Adreno 830 GPUമാണ് ഇതിന് പീക്ക് പെർഫോമൻസ് തരുന്നത്. 12GB 16GB 24GB എന്നീ റാം ഓപ്ഷനോട് വരുന്ന ഇതിന് 256GB 512GB 1TB എന്നിങ്ങനെയുള്ള മെമ്മറി ഓപ്ഷൻസാണ് ഉള്ളത്. ഇത് UFS 4.0 ടെക്നോളജിയോടുകൂടി വരുന്നതാണ്. 6000 mAhൻ്റെ ബാറ്ററിക്ക് 100 വാട്ട്സിൻ്റെ വയർഡ് ചാർജിങ്ങും 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും 10 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും 5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർഡ് ചാർജിങ്ങും സപ്പോർട്ടീവാണ്. 100 വാട്ട്സിൻ്റെ കൂടെയുള്ള ചാർജർ ഉപയോഗിച്ച് 50% എത്തിക്കാൻ 13 മിനിറ്റും 100%ന് 36 മിനിറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇൻ ഡിസ്പ്ലേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സെൻസറിനോടുകൂടി വരുന്ന ഈ ഫോണിന് IP68 and 69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലൂമിനിയം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സായ NFC-യും ഇൻഫ്രാറെഡ് പോർട്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ ആയിട്ട് നൽകിയിരിക്കുന്നത്. 50 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ലെൻസും 50 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പിക് ടെലിഫോട്ടോ ലെൻസും 50 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡ് ലെൻസുമാണ് ഈ സെറ്റപ്പിൽ അടങ്ങിയിരിക്കുന്നത്. 3 ലെൻസിലും ഓട്ടോ ഫോക്കസ് അവൈലബിൾ ആണ്. എന്നാൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വൈഡ് ആംഗിൾ ലെൻസിലും പെരിസ്കോപ്പിക് ലെൻസിലും മാത്രമേ അവൈലബിൾ ഉള്ളൂ. 30 FPS-ൻ്റെ 8K വീഡിയോസും 60 FPS-ലുള്ള 4K വീഡിയോസും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇതിന് HDR-ഉം ഡോൾബി വിഷൻ്റെയും സപ്പോർട്ടുണ്ട്. സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതുവഴി 60 FPS വരെയുള്ള 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതിന് ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും ഉണ്ട്. ആർട്ടിക് ഡോൺ, മിഡ് നൈറ്റ് ഓഷ്യൻ, ബാക്ക് എക്ലിപ്സ് എന്നീ കളർ ഓപ്ഷനിലാണ് OnePlus 13 അവൈലബിൾ ആയിട്ടുള്ളത്. അധികം ബ്ലോട്ട്വെയർസ് ഒന്നുമില്ലാത്ത OnePlusൻ്റെ Oxygen OSലാണ് OnePlus 13 വന്നത്. സോ നല്ലൊരു ക്ലീൻ ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ UI നമുക്ക് തരുന്നത്. താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ വിഡ്ജറ്റ്സും ടോപ്പ് കോർണറിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ക്വിക്ക് സെറ്റിംഗ്സ് പാനലും പിന്നെ നോട്ടിഫിക്കേഷൻ പാനലും ടോപ്പ് കോർണറിൽ തന്നെ അവൈലബിൾ ആയിട്ട് കാണാം. അൾട്രാസോണിക് ഇൻ ഡിസ്പ്ലേ സെൻസർ നല്ല ഫാസ്റ്റായിട്ട് തന്നെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സിം ട്രേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ഫിസിക്കൽ സിം ഇടാനുള്ള ഓപ്ഷനും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിമ്മും ഒരു eSIM-ആയും യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് OnePlus 13 അവൈലബിൾ ആണ്. ഇൻഫ്രാറെഡ് പോർട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ
നമുക്ക് IR റിമോട്ട് എന്ന ആപ്ലിക്കേഷൻ OnePlus 10 അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീട്ടിലുള്ള ഹോം അപ്ലയൻസിൻ്റെ റിമോട്ട് കൺട്രോളായിട്ട് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാവുന്നു. ഫോണിൻ്റെ ടോപ്പ് സൈഡിലാണ് IR സെൻസർ ഉള്ളത്. അതുകൊണ്ട് തന്നെ റിമോട്ടായിട്ട് നേരെ യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. OnePlusൻ്റെ സിഗ്നേച്ചർ ഫീച്ചറായ റിങ്ങർ ബട്ടണും ഇതിൽ അവൈലബിൾ ആണ്. സ്ലൈഡ് ചെയ്യുമ്പോൾ വൈബ്രേഷനും സൈലൻറ്റ് മോഡും മാറ്റാൻ ഇത് യൂസ് ചെയ്യാം. നമുക്കിനി ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള മോഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, മാസ്റ്റർ എന്ന് പറയുന്നൊരു പ്രോ മോഡും ഇതിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ നൈറ്റ്, സ്ലോ മോഷൻ എന്നിങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മോഡ്സും ഇതിനോടൊപ്പം അവൈലബിൾ ആണ്. 0.6x സൂമിൻ്റെ അൾട്രാവൈഡ് ലെൻസും 3x ഒപ്റ്റിക്കൽ സൂമുള്ള പെരിസ്കോപ്പിക് ലെൻസുമാണ് ഇതിലുള്ളത്. ഇത് യൂസ് ചെയ്ത് 120x വരെയുള്ള ഡിജിറ്റൽ സൂം അവൈലബിൾ ആണ്. ഈ ക്യാമറകളുടെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മാക്രോ മോഡിലുള്ള ഫോട്ടോസും എടുക്കാൻ സാധിക്കുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ 60 fps 4K വീഡിയോസും 30 fps 8K വീഡിയോസും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലെടുത്തിരിക്കുന്ന ഫോട്ടോ സാമ്പിൾസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല കളറും ഡെപ്തും ഉള്ള ഫോട്ടോസ് നമുക്ക് ഈ ഫോൺ വെച്ച് എടുക്കാൻ സാധിക്കുന്നുണ്ട്. .4K 60 fps എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4K 60 fps റെസൊല്യൂഷനിൽ തന്നെ അൾട്രാ വൈഡ് ലെൻസിലെടുത്തിരിക്കുന്ന വീഡിയോയാണ് ഇത്. 3x ഒപ്റ്റിക്കൽ സൂമുള്ള ടെലിഫോട്ടോ ലെൻസിലെടുത്തിരിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്ന സാമ്പിൾ. സെൽഫി ക്യാമറയിൽ എടുത്തിരിക്കുന്ന 4K 60 fps റെസൊല്യൂഷനിലുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. വീഡിയോ ആൻഡ് ഓഡിയോ പ്ലേബാക്ക് നോക്കുകയാണെങ്കിൽ ബെസൽസ് ഒന്നും തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു മികച്ച വീഡിയോ എക്സ്പീരിയൻസ് ഇത് നൽകുന്നുണ്ട്. 4K പ്ലേബാക്കും HDR ആൻഡ് ഡോൾബി വിഷൻ സപ്പോർട്ടും അതിന് വളരെ മികച്ചൊരു പിന്തുണ നൽകുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ എഫക്റ്റും നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് കേട്ടു നോക്കാം. ഇനി നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാഡോട്ട് പോലുള്ള ഹൈ ഗ്രാഫിക്സ് ഗെയിമൊക്കെ നല്ല സിമ്പിളായിട്ട് തന്നെ ഇതിനകത്ത് കളിക്കാൻ സാധിക്കുന്നുണ്ട്. യാതൊരുവിധ ലാഗോ ഫ്രെയിം ഡ്രോപ്സോ ഇതിനകത്ത് അനുഭവപ്പെടുന്നില്ല. S23, S24 പോലുള്ള മോഡൽസ് കളിക്കുമ്പോൾ തന്നെ നമുക്ക് ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഇതിനകത്ത് സ്നാപ്ഡ്രാഗണിൻ്റെ എലൈറ്റ് ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ ഫ്രെയിം ഡ്രോപ്സോ ഒന്നും തന്നെ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ യാതൊരുവിധ ഹീറ്റിംഗ് ഇഷ്യൂസും അധികം നേരം ഗെയിം കളിച്ചാൽ പോലും ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നതില്ല. അതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിനും ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമുക്കിന്നിവിടെ ഈ OnePlus 13 റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് സെല്ലൻഡർ എന്ന മൊബൈൽ ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഈ റിവ്യൂ വീഡിയോയും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. Thank you.